ടീക്ക അല്ലേ? ഇവിടെ 29ാമത്തെ പേജില് ടീക്ക 3-ാം പംക്തിയിലെ തേനാബി എന്നുള്ള സ്ഥലത്തെ ഈ പ്രസംഗം വരുന്നത് തേനാബി എന്നൊരു ഭാസ്കരയാണ്. പക്ഷേ ഈ ഒരു പ്രസംഗം ഉന്നയിക്കാൻ കാരണം യദുക്തം ഭാസ്കരേണ സർവാപി പരിഷദേകം ബ്രഹ്മവിദ്യാ പ്രകരണം തതോ പ്രകരണ ഭേദ കാരണം അനുചിതമിതി എന്ന് പറഞ്ഞല്ലോ. ഇത് ഭാസ്കരന്റെ കാലം കഴിഞ്ഞു. അതിനുശേഷം ഭാസ്കര അനുയായികൾ അവതരിപ്പിക്കുകയാണ്. ഭാസ്കരൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊറ്റ പ്രകരണമാണ്, ബ്രഹ്മവിദ്യാ പ്രകരണമാണ് എന്ന്. അവിടെയാണ് സിദ്ധാന്തി പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കണം, ഭാസ്കരൻ പോലും വ്യാകൃത ഉപാസന പ്രകരണത്തെ ജ്ഞാനപ്രകരണത്തിൽ ഭിന്നമായിട്ടാണ് കാണുന്നത്. പ്രധാനം ടിപ്പണി കണ്ടാൽ മതി. ഭാസ്കരനാഭി ജ്ഞാന കർമ്മ സമുച്ചയ പ്രകരണാത് കേവല ഉപാസ്യ സമുച്ചയ പ്രകരണം ഭിന്നമേ വിഷ്യതേ. മനസ്സിലായോ? അതായത് ഭാസ്കരൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പൂർവപക്ഷി അവതരിപ്പിച്ചതാണ് ഏകം ബ്രഹ്മവിദ്യാ പ്രകരണം. അവിടെയാണ് സിദ്ധാന്തി കയറി പറയുന്ന, ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാസ്കരൻ പറഞ്ഞതുപോലും വ്യാകൃത ഉപാസന എന്നുള്ളത് എന്തിൽപ്പെടുന്നതല്ല, ജ്ഞാന പ്രകരണത്തിൽപ്പെടുന്നതല്ല, ഇത് വേറെ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമുച്ചയം ചെയ്ത് എവിടെ മാത്ര കർമ്മവും ജ്ഞാനവും തമ്മിലുള്ള സമുച്ചയമാണ് പറഞ്ഞത്, അല്ലാതെ അവിടെ കൊണ്ടുവച്ചിട്ട് ഉപാസന സമുച്ചയം നടത്തിയിട്ടില്ല. ശരിയേ? ഉപാസന പ്രകരണം ജ്ഞാനപ്രകരണത്തിൽ ഭിന്നമാണെന്ന് തന്നെ അവിടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് തേനാബി എന്നുള്ള പ്രസംഗം. അവനാൽ പോലും, കാരണം അവന്റെ അഭിപ്രായം അറിയാതെയാണ് നിങ്ങൾ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ഭാസ്കരൻ പോലും പറയുന്നത് ഉപാസ്തി പ്രകടനം വേറെയാണ്, ജ്ഞാനകർമ്മ സമുച്ചയ പ്രകടനം വേറെയാണെന്നാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഉപാസന പ്രകരണത്തെയും പിടിച്ചിട്ട് ജ്ഞാനപ്രകരണത്തെയും ചേർത്ത് ഒറ്റ പ്രകരണം എന്ന് അഭിപ്രായപ്പെടാൻ പാടില്ല എന്നർത്ഥം. അടുത്ത പംക്തിയിലേക്ക് പോവാണ്. മന്ത്രാർത്ഥേ, അതിന്റെ മുന്നേ വരെയുള്ള ഭാഗം കഴിഞ്ഞല്ലോ. മന്ത്രാർത്ഥേ ബ്രാഹ്മണ സമ്മതിം ദർശയിതും ഉപക്രമതേ. മന്ത്രം ഉദ്ദേശിച്ചത് ഏത് കാര്യത്തെ ഉദ്ദേശിച്ച? ഈശാവാസ്യ മന്ത്രം. ഈശാവാസ്യ മന്ത്രത്തിന്റെ ഇത് മന്ത്രഭാഗത്തിലുള്ള ഉപനിഷത്താണ്. നമ്മള് വേദത്തെ നാലാക്കാറില്ലേ? എങ്ങനെ? സംഹിതാകാന്ഡം, മന്ത്രം, കർമ്മകാന്ഡം, അതിൽ തന്നെ ജ്ഞാനകാന്ഡം, ആരണ്യകം എന്ന് മാറ്റാറുണ്ട് അല്ലെ? ഉപനിഷത്ത് കർമ്മം, ഉപനിഷത്ത് ഭാഗം ആരണ്യകം, ഉപാസന ഭാഗം കർമ്മകാന്ഡം, ഇങ്ങനെയും മാറ്റാറുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മന്ത്രഭാഗം രണ്ടാക്കിയിട്ട് എടുത്താൽ മതി. മന്ത്രബ്രാഹ്മണിയോർ വേദത്വം എന്ന് പറയും. മന്ത്രഭാഗം, രണ്ടാമത്തെ ബ്രാഹ്മണ ഭാഗം, ഇത്രയേ ഉള്ളൂ. ഈ മന്ത്രഭാഗത്തും ബ്രാഹ്മണ ഭാഗത്തും ഉപനിഷത്ത് കയറി വരും. അല്ലാതെ ഉപനിഷത്ത് ഒരു ഭാഗത്തിന്റെ അവസാനം എന്നൊന്നും അർത്ഥമൊന്നുമില്ല. എവിടെ വേണേ വരാം, മന്ത്രഭാഗത്ത് വരാം അഥവാ ബ്രാഹ്മണ ഭാഗത്തോ വരാം. അപ്പോൾ ഈ ഈശാവാസ്യം എന്നുള്ളത് ശുക്ലയജുർവേദത്തിന്റെ ബ്രാഹ്മണ ഭാഗത്തുള്ളതാണ്. മന്ത്രഭാഗത്തുള്ളതാണ്. ഇതിന്റെ ബ്രാഹ്മണ ഭാഗത്തുള്ള ഉപനിഷത്താണ് ബൃഹദാരണ്യകം. അതായത് മന്ത്രത്തിന്റെ വ്യാഖ്യാന സ്വരൂപമായിട്ടാണ് ബ്രാഹ്മണത്തെ മാനിക്കാറ്. എന്നപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഏത് നമ്മളെ ഈ ഒരു പ്രസംഗം തുടങ്ങിയത് തന്നെ ആദ്യ മന്ത്രത്താൽ പ്രഥമ വേദാർത്ഥമായിരിക്കുന്ന ജ്ഞാനനിഷ്ഠ പറയപ്പെട്ടു, ഈശാവാസ്യം ഇത്യാദി മുതൽ. പിന്നെ രണ്ടാം മന്ത്രത്തിലൂടെ ഈ ജ്ഞാനനിഷ്ഠയ്ക്ക് അശക്തന് കർമ്മവും പറയപ്പെട്ടു. ഓക്കെ എന്നുള്ളതാണ് ഇത് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി നമ്മൾ എന്താ പറയുന്നത് ടീക്കയില്? മന്ത്രാർത്ഥേ ബ്രാഹ്മണ സമ്മതി ദർശയിതും. ഈ മന്ത്രത്തിന്റെ അർത്ഥത്തില് ബ്രാഹ്മണത്തിന്റെ സമ്മതി ഉണ്ടെന്ന് പറഞ്ഞാല് ബ്രാഹ്മണത്തിലും സമാന കാര്യം പറയുന്നുണ്ടെന്ന് അർത്ഥം. ബ്രാഹ്മണ ഭാഗം ഏതാ? ബൃഹദാരണ്യകം. അപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തിലും ഇവിടെ ഈശാവാസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സമാന കാര്യം തന്നെ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്ത് മനസ്സിലാക്കാം? രണ്ട് വിധ വേദാർത്ഥമുണ്ട്. ആദ്യത്തെ വേദാർത്ഥം ജ്ഞാനനിഷ്ഠയാണ്. ഇവിടെ ഇപ്പോൾ ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് ജ്ഞാനനിഷ്ഠ സന്യാസിക്ക് അനുഷ്ഠാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. കർമ്മനിഷ്ഠ എന്നുള്ളത് ഈ ജ്ഞാനനിഷ്ഠയ്ക്ക് അശക്തന് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇനി അടുത്ത ഈ ബൃഹദാരണ്യക ശ്രുതി വരുന്നേരം ചെറിയൊരു മാറ്റം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ 31-ാം പേജിലെത്തിയാലേ ജ്ഞാനകാണ്ഡത്തിന്റെ ഒരു പ്രസംഗം പറയത്തുള്ളൂ.
കിം പ്രജയാ കരിഷ്യാമോ യേഷാൻ നോയമാത്മാനായം ലോകഃ നോയമാത്മ അയം ലോകഃ. അവിടെ ശരിക്കും ജ്ഞാനികൾ എടുത്താ സംസാരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസമാണേ, നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല, നമ്മൾ വിട്ടങ്ങ് പോകും. ഇവിടെ ഈ ഒരു പ്രസംഗം വെച്ചിരിക്കുന്നത് അജ്ഞാനിയാണ്, പക്ഷേ ജ്ഞാനിയാണ് എന്ന് പറയുന്നത് അർത്ഥം ശാസ്ത്രത്തിൽ നിന്ന് കാര്യം തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. അവിടെ സന്യാസത്തിന് അധികാരമുള്ളതിനാല് അവനാണ് ഈശാവാസ്യം ഇത്യാദി സ്ഥലത്ത് നിരന്തരം ബ്രഹ്മാനുസന്ധാനം എന്നുള്ള ജ്ഞാനനിഷ്ഠയിൽ നിൽക്കുന്നവൻ. പക്ഷേ കിം പ്രജയാ കരിഷ്യാമോ എന്നുള്ള സ്ഥലത്ത് പ്രജാപുത്രാദികളെ കൊണ്ട് നമ്മൾക്ക് എന്ത് കിട്ടാനാണ്, നമ്മൾക്ക് പുരുഷാർത്ഥമായിരിക്കുന്നത് ആത്മലോകമാവുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ജ്ഞാനിയാണ്. പക്ഷേ ജ്ഞാനിയുടെ ഏതൊരു അനുഭവം ഉണ്ടോ അത് സന്യാസി സംബന്ധിച്ച് പ്രാപിക്കേണ്ടതായതുകൊണ്ട് അതിലെ സന്യാസത്തിന് സമർത്ഥനും അതേപോലെ വിചാരത്തിന് സമർത്ഥനമാണെങ്കിൽ അവനെ സംബന്ധിച്ച് ജ്ഞാനനിഷ്ഠ. ആദ്യം പറഞ്ഞതേ ഉള്ളൂ, ഇനി അവിടെ എത്തുന്ന നേരം നമുക്ക് ഇനി കൂടുതൽ കാണാം. ഇപ്പൊ എന്താ പറയുന്നത്, ഇനി ഭാഷ്യം കാണും നിങ്ങൾ. സോറി, ടീക്കൽ എന്താ അവതരിപ്പിച്ചത്, മന്ത്രാർത്ഥേ ബ്രാഹ്മണ സമ്മതി ദർശയിതും. ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ബ്രാഹ്മണത്തിന് സമ്മതവുമാണ്, ബ്രാഹ്മണ ഭാഗത്തിന് സമ്മതവുമാണ് എന്ന് കാണിക്കാനായിട്ട് ഉപക്രമത ആരഭ്യതേ ആരംഭിക്കുകയാണ്. ഭാഷ്യം കണ്ടോ, 29 ഒന്നാമത്തെ പങ്ക്തിയുടെ ഭാഗം. അനയോശ്ച നിഷ്ഠയോർ വിഭാഗോ മന്ത്രപ്രദർശിതയോർ ബൃഹദാരണ്യകേപി പ്രദർശിത. അനയോർ നിഷ്ഠയോ, രണ്ട് നിഷ്ഠയുണ്ട്, ജ്ഞാനനിഷ്ഠ കർമ്മനിഷ്ഠ. കർമ്മയോഗമല്ലേ, ഗീതയിൽ കർമ്മയോഗമാണ്. കർമ്മയോഗം എന്താണ്, ജ്ഞാനത്തിന് അനുകൂലമായിരിക്കുന്ന അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മമാണത്. ഇവിടെ കർമ്മയോഗമല്ല, കർമ്മനിഷ്ഠയാണ്. അത് ജിജീവിഷുവായിരിക്കുന്ന അജ്ഞന് വേണ്ടിയുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അനയോർ നിഷ്ഠയോ, ജ്ഞാനനിഷ്ഠ കർമ്മനിഷ്ഠ, ഈ നിഷ്ഠങ്ങളിൽ വിഭാഗോ, ഇവ രണ്ടും തമ്മിലുള്ള വിഭാഗം. ടിപ്പണി 2 നോക്കിയേ, വിഭാഗഹിതി ഭിന്ന അധികാരിത്വമിതി യാവത്. ഇത് രണ്ടിന്റെ അധികാരി ഭിന്നമാണ് എന്നുള്ള കാര്യം, ജ്ഞാനനിഷ്ഠ അധികാരി സന്യാസിയും കർമ്മനിഷ്ഠയുടെ അധികാരി അജ്ഞനായിരിക്കുന്ന കാമിയുമാകുന്നു എന്നുള്ള കാര്യം മന്ത്രപ്രദർശിതയോ, ഇത് ബൃഹദാരണ്യക മന്ത്രത്തിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആണോ? നിങ്ങളുടെ ഈ ഈശാവാസ്യോപനിഷത്താണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. ഇതിനു വേണ്ടി പ്രയത്നം നടത്തിയെങ്കിൽ മാത്രമേ എന്ത് മനസ്സിലാകത്തുള്ളൂ. പ്രദർശിതയോ വിഭാഗോ ബൃഹദാരണ്യകേപി പ്രദർശിത. കിം പ്രദർശിത, വിഭാഗ പ്രദർശിത നിർണയിച്ചുള്ള. ബൃഹദാരണ്യക ഉപനിഷത്തിലും, അതാണ് ബ്രാഹ്മണം ഉദ്ദേശിച്ചത്. ടീക്കാകാരൻ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത് ബൃഹദാരണ്യക ഉപനിഷത്തിനെയാണ്. കാരണം ഈ ഉപനിഷത്ത് ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതുകൊണ്ട്. അന്നപ്പോൾ ബൃഹദാരണ്യകത്തിലും ഈ രണ്ട് നിഷ്ഠാരൂപ വിഭാഗത്തെ കാണിച്ചിട്ടുണ്ട്. അതെവിടെയാന്നുള്ളത് തുടങ്ങാണ് ഇനി. സോ അകാമയത ജായാമ്യസ്യാദ് ഇത്യാദിന അത്യസ്യ കാമിനഃ കർമാണീതി. ഇവിടുന്ന് പ്രസംഗം മാറാൻ പോവാണ്. ചെറിയ ടീക്കയിൽ ഇനി പ്രസംഗം മാറിപ്പോയി. ഒരു കാര്യം ശരിയാണ്, നിഷ്ഠാദ്വയം കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ വിഷയം പിന്നെയും മാറും. സോ അകാമയത ആത്മാവേദമഗ്രെ ആസീത് എന്ന് പ്രസംഗം തുടങ്ങും. ആത്മാവായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാല് വിവാഹം കഴിക്കാത്ത യജമാനനാണ് ആദ്യം ഉണ്ടായിരുന്ന അർത്ഥമുള്ളൂ. അല്ലാതെ എല്ലാ സ്ഥലത്തും ആത്മാന്ന് പറയുമ്പോൾ പരമാത്മാ എന്ന് അർത്ഥം കിട്ടുമൊന്നുമില്ല. സോ അകാമയത. ചില സ്ഥലത്ത് കാണുക ആത്മാവേദമഗ്രിയാസിസോ അകാമയത ഭൂസ്യാം പ്രജായ, അവിടെ ശുദ്ധാത്മാവാണ്, അവൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുകയാണ്. അതല്ല ഇവിടെ സോ അകാമയത സംഭവം ശരിയാ, സൃഷ്ടിക്ക് വേണ്ടിയുള്ള കാമനയല്ലത്. പിന്നെയോ ജായ മേസ്യാദ്, ജായ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ പത്നി, മേസ്യാദ് അത പ്രജായേയ, എനിക്ക് പ്രജോത്പത്തി ഉണ്ടായേനെ. എപ്പോൾ? ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ. വിത്തം മേസ്യാദ്, എനിക്ക് വിത്തം ഉണ്ടാവട്ടെ. അത കർമ്മ കുർവീയ, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ കർമ്മം ചെയ്തേനെ. ഇതെന്തുകൊണ്ടാ? ഒരു കർമ്മം സമ്പന്നമാവാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ വേണം. അതുകൊണ്ട് പഞ്ചപരിയുക്തം പാങ്ക്തം എന്ന് പറയും കർമ്മത്തെ. ഒരു കർമ്മം പാങ്ക്തമാണ്. പാങ്ക്തം എന്ന് പറഞ്ഞാല് 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ. ഒന്ന് യജമാനൻ, രണ്ടാമത്തത് യജമാനയുടെ പത്നി, മൂന്നാമത്തത് പുത്രൻ, 4ഉം 5ഉം പറഞ്ഞേ. ഇങ്ങനെ മാനുഷം വിത്തം ദൈവം വിത്തം, ഇങ്ങനെ 2 ധനവും പുത്രനും പത്നിയും താനും, 5 എണ്ണായില്ലേ? ഇതിൽ നിന്ന് ഉത്പന്നമാവുന്ന കർമ്മവും കൂടി ചേർക്കുമ്പോൾ 6 വരും.
ഇങ്ങനെയാണെന്നിട്ട് അഞ്ചെണ്ണ പറയാ, 5 ഇത്രയായി, പാങ്ക്തമാണ് എന്ത് കർമ്മം. കർമ്മത്തിൽ കൂടി ചേർത്താൽ 6ആയി. അപ്പൊ കർമ്മം 5 യുക്തമായിട്ടായിരിക്കുക. ഈ കർമ്മ ഭാഗമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. സോ അകാമയത, ആ അജ്ഞാനിയായിരിക്കുന്ന യജമാനൻ ഇച്ഛിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഇവനിപ്പോൾ ഈ പ്രജാപുത്രാദികൾ ഉണ്ടായിരുന്നുവെങ്കിൽ കർമ്മം ചെയ്തിട്ട് അശ്വമേധാദി കർമ്മത്തിന്റെ ഫലമായിട്ട് അവിടെ ഉപാസനയും വേണം, അല്ലാണ്ട് നടക്കൊന്നുമില്ല. എവിടെ എത്തും? ഹിരണ്യഗർഭ ലോകത്തെത്താം. ഇതിന് ഇതിന് സാമർഥ്യമില്ല എങ്കിൽ, എന്ന് പറയാൻ ധനമില്ല, പത്നിയും ഇല്ല, പിന്നെ എങ്ങനെ ഇവന് ഹിരണ്യഗർഭ ലോകത്തെത്താൻ പറ്റും? അന്നപ്പോഴാണ് നമ്മൾ ഈ യജമാനനോട് പറയുന്നത്, നീ ഉപാസന ചെയ്യും. ഉപാസന ചെയ്താലോ ഈ 5 ഘടകം ഉണ്ടല്ലോ, ഏത്? സ്വന്തം ശരീരം, യജമാനൻ, പത്നി, പുത്രൻ, ഈ ദൃഷ്ടി നടത്ത് വേറൊരിടത്ത്. വാഗ്ജായ മനേവാസി ആത്മാ, മനസ്സില് താനായിരിക്കുന്ന ശരീരം എന്നുള്ള യജമാന ദൃഷ്ടി നടത്തുക. വാക്കില് ജായ എന്നുള്ള പത്നി ദൃഷ്ടി നടത്തുക. പ്രാണനിൽ പുത്രദൃഷ്ടി നടത്തുക. ചക്ഷുവില് മാനുഷവിത്ത ദൃഷ്ടി നടത്തുക. ശ്രോത്രത്തില് ദൈവവിത്ത് ദൃഷ്ടി നടത്തുക. ദൃഷ്ടി എന്ന് പറയുന്ന ഉപാസനയാണ്. ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കർമ്മം വേണ്ടേ? ഇല്ല, കർമ്മമില്ല. അപ്പൊ കർമ്മത്തിന്റെ ദൃഷ്ടി എവിടെ നടത്തും? സ്വന്തം ശരീരത്തില് കർമ്മത്തിന്റെ ദൃഷ്ടി നടത്തുക. കാരണം ശരീരത്തിൽ നിന്നാണ് കർമ്മം ഉത്പന്നമാകുന്നത് എന്നുള്ളത്. മനസ്സിലായോ? ഇത്രയും ചെയ്താല് നിനക്ക് എങ്ങോട്ട് പോകാം? ഇതിന്റെ ഫലമായിട്ട് ഹിരണ്യഗർഭ ലോകത്തെത്താം. അന്നപ്പോൾ ജായ പുത്രാദികളെ സമ്പാദിക്കാൻ യോഗ്യതയില്ല എങ്കിൽ, ധനമില്ലാത്തതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് പെണ്ണും കൊടുത്തില്ല, പിന്നെ കുന്തിച്ചെറുപ്പാണ്. അവനോട് പറയാണ്, പേടിക്കണ്ട, നിനക്കും വ്യവസ്ഥ ഉണ്ടാക്കി തരാം. ഈ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒന്നും അതല്ല എന്ന് പറഞ്ഞ എന്തർത്ഥം? വാക്ക് എന്നുള്ളത് പത്നിയാണോ? അല്ല. പക്ഷെ ഇവൻ എന്താണ് ഉപാസന നടത്തുന്നത്? വാക്കില് പത്നി ദൃഷ്ടി, അവന്റെ മനസ്സില് താൻ എന്നുള്ള ദൃഷ്ടി, നിറോപാസന. മനസ്സിനെ താനായിട്ടും കാണുക, വാക്കിനെ പത്നിയായിട്ട് കാണുക, പ്രാണനെ പുത്രനായിട്ട് ഉപാസന നടത്തുക കേട്ടോ, കണ്ടുപാസിക്കുക. ചക്ഷുവിനെ മാംസവിത്തമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉപാസിക്കുക. അതേപോലെ ശ്രോത്രത്തെ ദൈവമിത്തമായിട്ട് ഉപാസിക്കുക. ഈ ശരീരത്തെ കർമ്മമായിട്ട് ഉപാസിക്കുക. ഇതേതെങ്കിലും വാസ്തവാണോ? അല്ല, എല്ലാം കൽപ്പനയാണ്. അതുകൊണ്ട് ഉപാസനാ സ്ഥലം എന്നുള്ളത് എല്ലാം കൽപ്പനാ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഉപാസനയിൽ നിന്ന് എങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ? സംസാരത്തിൽ മാത്രമേ എത്താം. ഞാനിതിനെ മൊത്തം കഥാഭാഗം എടുത്ത് പറയാണ്, എന്തൊക്കെ വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അന്നപ്പോൾ ഈ ഉപാസകന് കിട്ടുന്ന ഫലം എന്തായിരിക്കും? സംസാര അവാപ്തി മാത്രമായിരിക്കും. അതായത് സപ്താന്ന ബ്രാഹ്മണത്തിൽ പറയുന്ന 7 വിധ അന്നങ്ങളുണ്ട്. ആ അന്നങ്ങളില് എത്രണ്ണമായി? ഒന്ന് നമ്മൾ സാധാരണമായിട്ട് കഴിക്കുന്ന സാധാരണ അന്നം. 2ഉം 3ഉം എന്താണ്? ദർശപൂർണമാസ യാഗമായിട്ടോ അല്ലെങ്കിൽ ഹുതപ്രഹൃതങ്ങളായിട്ടോ എടുക്കാം. അത് ദേവതകളുടെ അന്നമായിട്ട് മാറും. അപ്പൊ 2ഉം 1ഉം 3 കഴിഞ്ഞു. ബാക്കി 3 വാക്ക്, മനസ്സ്, പ്രാണനാണ്. അപ്പൊ 3 3 6. 7ാമത്തത് പശുക്കൾക്ക് വേണ്ടിയുള്ള പയസും എന്ന് പറഞ്ഞാൽ പാലും. ഇവിടെ ഈ മനസ്സ്, വാക്ക്, പ്രാണൻ, ഈ സ്ഥലത്ത് ജീവൻ അഭിമാനമില്ലേ? ഞാനെന്ന്. മനസ്സിലായോ? അപ്പോൾ ഫലമായിട്ട് കിട്ടുന്നത് എന്താണ്? അജ്ഞാനത്തിന്റെ കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ഉപാസനയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല. ഈ സംസാരത്തിൽ തന്നെ നിന്ന് കറങ്ങത്തേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ കുറച്ച് വേറൊരു കാര്യം പറഞ്ഞു പോയതാണ്. നമ്മൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നോക്കിയോ നീ. സോ അകാമയത, അവൻ കാമിച്ചു. ജായ മെസ്യാദ് ഇത്യാദിന, എനിക്ക് പത്നി ഉണ്ടാവട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാണിക്കുന്നത്? അജ്ഞസ്യ കാമിനഃ കർമാണീതി, അജ്ഞനായിരിക്കുന്ന കാമിക്കാണ് കർമ്മം ഉള്ളത്. ശരിക്ക് മന്ത്രത്തില് കാമയതേ എന്ന് പറയുന്നത് കൊണ്ട് കാമനയാണ് കർമ്മത്തിന് കാരണം എന്ന് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഭാഷ്യകാരൻ അതിന്റെ ഇടയിൽ ഒരു സാധനം കൂടി ഇട്ടുകൊടുത്തു, അജ്ഞസ്യ എന്ന്.
അപ്പൊ അജ്ഞതയുള്ള, അജ്ഞാനമുള്ള, അജ്ഞനായിരിക്കുന്ന കാമനയുള്ള പുരുഷന് വേണ്ടിയാണ് കർമ്മങ്ങൾ. അപ്പോൾ കാമനയില്ലാത്ത അവന് എന്തില്ല? കർമ്മമില്ല. അതേപോലെ അജ്ഞാനവും ഇല്ലെങ്കിൽ അവന് കർമ്മമില്ല. ഇതെവിടെ കാണാൻ പറ്റും? കിം പ്രജയാ കരിഷ്യാമോ എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും. 31:2 കണ്ടാൽ മതി. ठीक പ്രജ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം? കാരണം ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി പ്രജ കൊണ്ട് ഞങ്ങൾക്ക് ഏത് ലോകത്തെ കിട്ടാനാണ്? കാരണം ആ ലോകങ്ങളെല്ലാം തന്നെ എന്നിൽ കൽപ്പിതമാണ്. ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ആത്മലോകമാണ് എന്ന് ജ്ഞാനിയെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് അവിടെ കാമനയുമില്ല, അജ്ഞാനമില്ല, അതുകൊണ്ട് തന്നെ അവന് കർമ്മമില്ല. അപ്പൊ കർമ്മ ആർക്കാണുള്ളത്? അജ്ഞാനിയായിരിക്കുന്ന കാമിക്കാണുള്ളത്. ഇപ്രകാരം എന്ത് കാണിച്ചു? ജ്ഞാനാധികാരിയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന അധികാരിക്ക് എന്ന് പറഞ്ഞാൽ അജ്ഞാനമുള്ള കാമിക്കാണ് കർമ്മം എന്ന് വിഭാഗം ചെയ്തിട്ടുണ്ട് അവിടെയും. മനസ്സിലായോ? ഈശാവാസ്യത്തിൽ വിഭാഗം ചെയ്തതുപോലെ, ജ്ഞാനകർമ്മനിഷ്ഠാ വിഭാഗം ചെയ്തതുപോലെ ബൃഹദാരണ്യകത്തിലും ജ്ഞാനകർമ്മനിഷ്ഠാ വിഭാഗം ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. ഇനി ഇതിന്റെ ചോദ്യം വരികയാണ്, ടീക്ക കാണുക. അത്ര വാക്യേ കഥം അത്യത്വം അവഗമ്യതേ ഇതി. ഈ വാക്യത്തിൽ ഏതാ വാക്യം? സോ അകാമേത ജായാമ്യസ്യാദ് എന്നുള്ള വാക്യം 1:4-17. വലിയ വാക്യമാട്ടോ അത്. ചില്ലറയാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കാണാൻ പറ്റുന്നത്. വേണ്ട ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. വലിയ മന്ത്രമാണ് തുടങ്ങുന്നത്. സോ അകാമേത ജായാമ്യസ്യാദ് എന്ന് പറയാം. സോറി, എന്താണ്? ആത്മേവിധം അഗ്രയാസീത് സോ അകാമേത ജായാമ്യസ്യാദ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ ചോദ്യം വരികയാണ്, കഥം അജ്ഞത്വം അവഗമ്യതേ അത്ര വാക്യേ. ഈ വാക്യത്തില് എവിടെയാണ് അജ്ഞത്വം കർമ്മത്തിന് കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ടീക നോക്ക് 7. കാമിത്വസ്യ സ്വ അകാമേത ഇത്യനേനേവ ലബ്ധത്വാത് അജ്ഞത്വം പൃച്ഛതി. കാമിത്വം കിട്ടുന്നുണ്ട്. എവിടുന്ന്? സ്വ അകാമേത എന്നുള്ള പദത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അജ്ഞത്വം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്ന്. മനസ്സിലായോ? അപ്പൊ അതിന് ഉത്തരം പറയാണ് ഭാഷ്യകാരൻ. ഇനി ഭാഷ്യം കണ്ട് 30-ാം പേജിൽ 1-ാം പങ്ക്തി. മന യവാസ്യ ആത്മാ വാഗ്ജായ ഇത്യാദി വചനാത്. കാരണം പറയാണ് ഭാഷ്യകാരൻ വളരെ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ശബ്ദങ്ങൾ പോകുന്നത്. ഇവിടെ ഒന്നും ടീക്ക ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. എന്നാലോ ടീക്ക ഇല്ലാതെ എടുക്കാൻ പറ്റൂ? സുഖസുന്ദരമായിട്ട് എടുക്കാൻ പറ്റും. എന്ത് മനസ്സിലാവുമോ? എല്ലാം മനസ്സിലാവും എന്ന് നമുക്ക് തോന്നും. മനസ്സിലായോ? ഇതിനെ പൊളിച്ച് കാണുന്നവരെ എത്രമാത്രം പ്രശ്നവും പരിവട്ടം അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ടീക്ക എടുക്കുന്നത്. പക്ഷെ ടീക്ക എടുത്തിട്ട് ടീക്കയിലൂടെ പഠിക്കുന്ന നേരം തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിലും നല്ലൊരു ഭാഷയായിരുന്നു തോന്നും. എന്താ പറഞ്ഞത്? മന ഇവ അസ്യ ആത്മാ. 2-3 ടിപ്പണികളാണ്. ആത്മാക്ക് അർത്ഥം പറയാണ് സ്വം ശരീരം, യജമാനനുണ്ടല്ലോ. മനസ്സില് അസ്യ യജമാനസ്യ ആത്മാ മനഃ. ഈ യജമാനന്റെ മനസ്സിൽ ഏത് ദൃഷ്ടി നടത്തുക? സ്വദൃഷ്ടി നടത്തുക എന്നർത്ഥം. ശരീര ദൃഷ്ടി നടത്തുക, യജമാന ദൃഷ്ടി നടത്തുക. അടുത്തെന്താ? വാക്ക് ജായ. വാക്കിൽ ഏത് ദൃഷ്ടി നടത്തണം? പത്നി ദൃഷ്ടി. ബാക്കി എന്ത് ചെയ്യും? ബാക്കി ടിപ്പണി 3 കാണും. വാഗ്ജായ ഇത്യാദിന പ്രാണഃ പ്രജ ചക്ഷുഹു മാനുഷം വിത്തം ചക്ഷുഷാഹി തദ് വിന്ദതേ ശ്രോത്രം ദൈവം ശ്രോത്രേണ തശൃണോതി ആത്മേവ്യസ്ത കർമ്മ ആത്മനാഹി കർമ്മ കരോതി ഇത്യാദേയം. ഇത്രയും ഭാഗം ബാക്കിയുണ്ട് മന്ത്രത്തിന്റെ. ഇതും കൂടി ചേർത്ത് മനസ്സിലായിക്കൂടുക. അപ്പൊ 2 ഭാഷത്തിൽ പറഞ്ഞു കഴിഞ്ഞേ മനേവാസി ആത്മാ വാഗ്ജായ. അപ്പോൾ ദൃഷ്ടി, സ്വന്തം ശരീര ദൃഷ്ടി മനസ്സിലും, സ്വന്തം വാക്കില് പത്നിയുടെ ദൃഷ്ടി. അടുത്ത എന്താ? പ്രാണഃ പ്രജ. പ്രജ എന്നുള്ള ഉപാസന, ദൃഷ്ടി എന്നുള്ള ഉപാസന ആണ് ഉദ്ദേശിക്കുന്നത്. പ്രാണനെ മകനായിട്ട് കണ്ട് ഉപാസിക്കുക, ചക്ഷുവിനെ മാനുഷവിത്തമായിട്ട് ഉപാസിക്കുക. ചക്ഷുർ മാനുഷം വിത്തം. അതെന്തുകൊണ്ടാണ് ചക്ഷുവിനെ മാനുഷവിത്തം എന്ന് പറയുന്നത്? അതിന് കാരണമാണ് മുന്നോട്ട് പറയുന്നത്. ചക്ഷുഷാഹി തദ് വിന്ദതേ. തദ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഭാഷ്യത്തിൽ, അതായത് ബൃഹദാരണ്യ ഭാഷ്യത്തിലെ പങ്ക്തിയുണ്ട്. ചക്ഷുർ ദൃഷ്ട വിത്ത സാധ്യം ഭവതീതി ചക്ഷുർ മാനുഷം വിത്തം. ചക്ഷുർദൃഷ്ടം എന്ത് വിത്തം? ചക്ഷുനാൽ കാണപ്പെട്ട വിത്തമാണ് പശു ഹിരണ്യാദികൾ. തസാധ്യമാണെന്ത്? കർമ്മ. അതുകൊണ്ട് ചക്ഷുവിനെ മാനുഷം വിത്തം എന്ന് പറഞ്ഞു. ഒന്നും കൂടി വിശദീകരിക്കുമ്പോൾ അവിടെയുള്ള പങ്ക്തിയാണ് ഗവാദിഹി മനുഷ്യ സംബന്ധി വിത്തം. ഗോ ഹിരണ്യാദികളാണ് മനുഷ്യ സംബന്ധിയായിരിക്കുന്ന വിത്തം.
ചക്ഷുർ ഗ്രാഹ്യ കർമ്മ സാധനം, അത് ചക്ഷുവിനാൽ ഗ്രഹിക്കപ്പെടുന്നതും കർമ്മത്തിന്റെ സാധനവുമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? തസ്മാത് തസ്ഥാനീയം. അതുകൊണ്ട് മാനുഷവിത്തത്തിന് സമാനമായിട്ട് ആരിരിക്കും? ചക്ഷുരിക്കും. ചക്ഷുഷാഹി തദ്വിന്ദതേ. അടുത്തത് പറയാണ്, ടിപ്പണി നോക്കിയാൽ മൂന്നാമത്തെ ടിപ്പണിയില്, ശ്രോത്രം ദൈവം, വിത്തെന്ന് കൂട്ടിച്ചേർത്തുള്ള ശ്രോത്രത്തെയാണ് നമ്മൾ ദൈവവിത്തമായിട്ട് കണക്കാക്കുന്നത്. ശരിക്കും ദൈവവിത്തം എന്നുള്ള ഉപാസനയാണെന്ന അർത്ഥമാണ്. അതെന്തുകൊണ്ട് അവിടെ? ശ്രോത്രേണ ശൃണോതി, ശ്രോത്രത്താലാണ് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ശ്രോത്രത്തെ, അതായത് ശ്രോത്രത്തിലൂടെ കേട്ട് ഉപാസന നടത്തുകയാണ്. അതുകൊണ്ട് ഉപാസന എന്നുള്ള ദൈവവിത്തമായിട്ട് ആരെ കണക്കാക്കണം? ശ്രോത്രത്തെ കണക്കാക്കുക. ഇപ്പൊ 5 കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫലം എന്താ? കർമ്മസ്ഥലത്ത് 5 ഫലം എന്താ? കർമ്മമാണ്. അപ്പൊ കർമ്മദൃഷ്ടി എവിടെ നടത്തും? ആത്മീ വ്യസ്തകർമ്മ ആത്മനാഹി കർമ്മ കരോതി. ആത്മാ എന്ന് പറഞ്ഞത് ശരീരം. അപ്പൊ ശരീരത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് ശരീരത്തിൽ കർമ്മദൃഷ്ടി നടത്തുക. ഇങ്ങനെ ദൃഷ്ടി നടത്തി എന്ത് കിട്ടും? ഹിരണ്യഗർഭലോക പ്രാപ്തി ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ഭാഷ്യത്തില് മനയവാസി ആത്മാ വാഗ്ജായ ഇത്യാദി വചനാ എന്ന് വരെയുള്ള അർത്ഥം കേട്ടോ. തീർന്നില്ല, ഇതിന് ഇനിയും പ്രശ്നവും പരിവട്ടവും ഉണ്ട്. അത് നമുക്കിനി ടീക്കയിലൂടെ കാണാം. ജായാമേസ്യാഥ പ്രജായ, ഇത് മനയവാസ്യ ആത്മാ എന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുന്നേ സമാന മന്ത്രമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഉപാസനാ വിധാനം നടത്തുന്നതിന് മുന്നേ കർമ്മവിധാനം നടത്തുകയാണ്. കർമ്മത്തിന്റെ സ്ഥലത്ത് 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ പത്നിയും പുത്രനും ഉണ്ടെങ്കിൽ മാത്രമേ, ധനവും ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മ സമ്പന്നാകത്തുള്ളൂ. ഉപാസന കയ്യിൽ സ്വന്തം സ്ഥിതിക്കനുസരിച്ച് ചെയ്യാം. യജമാനൻ ഉണ്ട് താൻ. പക്ഷേ പത്നിയില്ല, പുത്രനില്ല, വിത്തമില്ല എങ്കിൽ പിന്നെ കർമ്മ സമ്പന്നാകത്തില്ല. അന്നപ്പോ എന്ത് ചെയ്യണം? ഉപാസന നടത്തിക്കോളൂ. ഏത്? ഈ പറഞ്ഞ ഉപാസന. അന്നപ്പോ എന്ത് കിട്ടും? കർമ്മം കൊണ്ട് ഏതൊരു ഫലം കിട്ടുമോ ആ ഫലം തന്നെ കിട്ടും. ഈ സ്ഥലമാണ്, ഇതിന്റെ ആദ്യ ഭാഗമാണ് പറയുന്നത്. ജായ മേസ്യാദ്, എനിക്ക് പത്നി ഉണ്ടാവട്ടെ, ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? അധ പ്രജായ, പ്രജോത്പത്തി നടത്താമായിരുന്നു. അധ വിത്തം മേസ്യാദ്, എനിക്ക് വിത്തം ആവട്ടെ, ഉണ്ടായിരുന്നെങ്കിലോ? അധ കർമ്മ കുർവീയ, ഞാൻ കർമ്മം ചെയ്തേനെ. ഇതി ഇപ്രകാരം കാമയമാനസ്യ സർവദൈവ ബാഹ്യജായാതിർ യഥാ എന്ന സമ്പദ്ധ്യത. ഇപ്രകാരം കാമന ചെയ്യുന്നവന് എല്ലാ രീതിയിലും ബാഹ്യജായാദികൾ ഇല്ലാതെ പോകുമ്പോൾ, എന്നാൽ ഒരു കണക്കിനും ബാഹ്യം എന്ന് പറയാൻ കാരണം എന്താ? ഉപാസന അതേപോലെ യജമാനൻ രണ്ടും താനാണ്. എന്നാൽ താനും തന്റെ സംബന്ധിയാണ്. ഉപാസന തനിക്ക് ചെയ്യാൻ പറ്റും, ദൈവം വിത്തം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് യജമാനായിരിക്കുന്ന താനും. പക്ഷെ ബാക്കി 3 സമ്പാദിക്കാനാണ് ബുദ്ധിമുട്ട്. പുത്രനും പത്നിയും വിത്തവും. ഇത് ഒരു കണക്കിനും സമ്പന്നമാവുന്നില്ല എങ്കിൽ സർവ്വതാ ബാഹ്യ ജായാതിർയതാണ് സമ്പദ്ധ്യത. ജായ, പുത്ര, വിത്തം, ഈ 3 എടുത്തുള്ള ജായാദി കൊണ്ട് ഒരു കണക്കിനും അതിന്റെ പ്രാപ്തി ഉണ്ടാവുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? തഥാ അപ്പോൾ അധ്യാത്മജായാദി സമ്പത്തിൻ ദർശയതി, ആത്മസംബന്ധിയായിരിക്കുന്ന ജായാദി ഉപാസന. സമ്പത്തി ഉദ്ദേശിച്ച സമ്പദുപാസനയാണ്. എന്ന് പറയാ ഏകത്വ ദൃഷ്ടി വിധിക്കാൻ പോവുകയാണ്. തഥാ അപ്പോൾ അധ്യാത്മം എന്ന് പറയാ ആത്മനി, ആത്മസംബന്ധി, ആത്മന്യധി, അധ്യാത്മം. ആര്? ജായ. ഇതെവിടെയാ വരുന്നത്? ജായാദൃഷ്ടി എവിടെയാ നടത്തിയത്? പത്നി ദൃഷ്ടി എവിടെയാണ് വിധിക്കുന്നത്? വാക്കിൽ. ഈ ഒരു സമ്പത്തി എന്ന് പറയുന്ന സമ്പദുപാസന. ഈ സമ്പദുപാസന 2 വിധത്തിൽ വരാം. അഹങ്കാര ഉപാസന സ്ഥലവും സമ്പതാണ്, ഐക്യമാണ്. ഇവിടെ ഇപ്പോൾ അഹമല്ല, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അഹമാണ്. എവിടെ? ആദ്യത്തെ മനയവാസി ആത്മാ എന്നുള്ളത് മനസ്സിലെ ആത്മദൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാല് സ്വന്തം ശരീര ദൃഷ്ടിയാണ്, സ്വന്തം ദൃഷ്ടിയാണ്. പക്ഷെ വാഗാദികളിൽ പിന്നെ സ്വന്തം ദൃഷ്ടിയല്ലത്. ഓക്കെ, ചില സ്ഥലത്ത് നമുക്ക് സമ്പദ് ഉപാസന അഹങ്കാര ഉപാസന ആയിട്ടും, ചില സ്ഥലത്ത് സമ്പദ് അഹങ്കാര ഉപാസന അല്ലാതെ ഏകത്വോപാസനയായി മാറും. ഇവിടെ ഇപ്പോൾ അഹങ്ഗ്രഹമല്ല, ഏകത്വോപാസന മാത്രമാണ്. ഒരു ഭാഗം ഏകത്വമുണ്ട്, മറ്റു ഭാഗങ്ങളിൽ ഏകത്വം ഇല്ലതാണ്. രണ്ടാണെങ്കിലും ഇതൊരു സമ്പദാണ്. ഇനിയാണ് പ്രശ്നം. ഇവിടെ ഈ ഉപാസന നടത്തിയത് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പറയുക അജ്ഞനായിരിക്കുന്ന കാമിക്കാണ് കർമ്മങ്ങൾ വിധിച്ചത് എന്നുള്ളത്? പ്രശ്നം മനസ്സിലായോ? അതാണ് ഇനി വിശദീകരിക്കുന്നത്. ഏതച്ച അജ്ഞത്വലിംഗം മനാദിഷു ആത്മത്വാഭിമാനസ്യ അജ്ഞാനകാര്യത്വാത്. ഏതച്ച എന്നുള്ളതിന്റെ ടിപ്പണി നോക്ക്, 11ാമത്തെ ടിപ്പണി. അഥതാഭൂതേഷു തഥാഭൂതാനുഭവനം ഇതിയാവത്. അഥതാഭൂതേഷു ന തഥാഭൂതം ഇതി അഥതാഭൂതം.
ഇവിടെ മനസ്സ് ആത്മാവാണോ, സ്വന്തം ശരീരമാണോ? അല്ല. വാഗ് ഇന്ദ്രിയം, വാഗ് ജായാണോ? അല്ല. പ്രാണൻ പ്രജയാണോ? അല്ല. ചക്ഷു മാനുഷത്താണോ? അല്ല. ശ്രോത്രം ദൈവത്താണോ? അല്ല. സ്വന്തം ശരീരം കർമാണോ? അല്ല. എന്നിട്ടും ആണ് എന്ന് ധരിച്ച് ഉപാസന നടത്തുകയല്ലേ? മനസ്സിലായോ? ഇത് ഒരു ദൃഷ്ടാന്തമല്ല, എല്ലാ സ്ഥലത്തും ഉപാസനാ സ്ഥലം എപ്പോഴും റോങ് സൈഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടാവാത്തത്, അതും ജ്ഞാനാവാത്തതും. അതും ജ്ഞാനമല്ല. ठीक അന്ധക്കരണ വൃത്തിയുടെ പരമ്പരയാണ് ഉപാസന എന്ന് കരുതിയിട്ട് അത് ജ്ഞാനസ്വരൂപമല്ല മക്കളെ. എവിടെത്തും? നിർഗുണ ഉപാസനയിലെത്തും. എന്നിട്ടോ ഉപാസനയിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും. ഇതെല്ലാം തെറ്റാണ്. ഉപാസന ജ്ഞാനത്തിലേക്ക് പരിണമിക്കത്തില്ല. ഉപാസന ജ്ഞാനസ്വരൂപമല്ല. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ പ്രമാണം വേണം. പ്രമാണത്തിൽ നിന്ന് മാത്രമേ ജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. ഉപാസന പ്രമാണാത്മകമല്ല. എന്തുകൊണ്ടാണ് ഉപാസന പ്രമാണാത്മകമല്ലാത്തത്? അതാണ് ഇവിടെ പറഞ്ഞത്. അധികാഭൂതത്തിൽ ദർശനം നടത്തുകയാണിത്. പിടികിട്ടിയോ? ഒരു കയറിനെ സർപ്പം എന്ന് ധ്യാനിച്ച് ആർക്കെങ്കിലും കയറിനെ സർപ്പാക്കാൻ പറ്റുമോ? ട്രൈ നടക്കത്തില്ല. അല്ലേ? അധികാഭൂത വസ്തുവിൽ തഥാഭൂത ദർശനം നടത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭ്രമാത്മകമാണ്. അപ്പോൾ ഇവിടെയുള്ള ഉപാസന ഭ്രമാത്മകമാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപാസന ഭ്രമാത്മകമാണോ പ്രമാത്മകമാണോ? ഭ്രമാത്മകം. എന്തുകൊണ്ടാ ടിപ്പണികാരനെ എടുത്തത്? അധിതാഭൂതേഷു തഥാഭൂത അനുഭവനം. മനസ്സിലായോ? അതായത് ജായ അല്ലാത്ത വാക്കില് ജായ ദൃഷ്ടി. ജായ എന്നുള്ളത് തഥാഭൂത വസ്തു. എന്നാൽ വാക്ക് ജായാണോ? അല്ല, അധിതാഭൂത വസ്തുവാണ്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കുന്നു ചേട്ടാ എന്ന് മനസ്സിലാക്കണം. കാരണം അറിവില്ലാത്തവനാണ് ഇവിടെ ഉപാസനയിൽ ഇടപെടുന്നത് എന്നുള്ളതിനാണ് നമ്മൾ പറഞ്ഞത്. എന്ത്? അധിതാഭൂത വസ്തുവിലെ തഥാഭൂത ദർശനമായതുകൊണ്ടാണ്. അധിതാഭൂത വസ്തുവിലെ തഥാഭൂത ദർശനമായതുകൊണ്ട് ഇത് ഭ്രമാത്മക സ്ഥലമല്ല. പ്രമേയല്ലാഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുന്ന ഭ്രമാത്മകമായിരിക്കുന്ന ഒരു ഉപാസനയിൽ ഇടപെടണമെങ്കിൽ എന്ത് വേണം? നല്ല അജ്ഞനായിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള അജ്ഞനായിരിക്കണം എന്നർത്ഥം. ചിലരൊന്നും പോരാ. അത്യാവശ്യത്തിന് ബോധം വിവരമുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യൂല എന്നർത്ഥം. ഇത് ഞാൻ വേറൊരു സ്റ്റെപ്പ് പറയുന്നുള്ളൂ. നമുക്കിവിടെ വേറൊരു കാര്യമാണ്. ഇനി ടീക്ക നോക്കിയോ. ഏതറ്റ അജ്ഞത്വലിംഗം. ഇത് തന്നെയാണ് അവൻ അജ്ഞാനിയാണ് എന്നുള്ള ലിംഗം. എന്ത്? മനാദിഷു ആത്മത്വ അഭിമാനസ്യ അജ്ഞാന കാര്യത്വ. അത് വിശദീകരണം കൊടുക്കുകയാണ്. മനാദികളിലെ ആത്മത്വ അഭിമാനം, മനസ്സിലെ ഞാൻ എന്നുള്ള അഭിമാനം, വാക്കിലെ പത്നി എന്നുള്ള അഭിമാനം. അഭിമാനം എന്ന് പറയുന്ന അർത്ഥം ഉപാസനയാണ്. ഇത് തന്നെയാണ് ഉപാസന. ഞാനായിരിക്കുന്ന യജമാനനാണ് മനസ്സ്, എന്റെ പത്നിയാണ് എന്റെ വാക്ക്. ഇങ്ങനെ ഉപാസിക്കുകയാണിത്. ഈ ഉപാസന കൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ അഭിമാനം, മനാദികളിലെ ആത്മത്വ അഭിമാനം എന്നുള്ളത് അജ്ഞാന കാര്യമാകുന്നു. അജ്ഞാനമില്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. ടിപ്പണി 12 കാണു. നനു ശാലഗ്രാമശിലാദോ വിഷ്ണുവാദി ഭീവത്. ശാലഗ്രാമശിലയിൽ വിഷ്ണുബുദ്ധി നടത്തുന്നില്ലേ? നർമ്മദാശിലയിൽ ശിവബുദ്ധി നടത്തുന്നില്ലേ? നടത്തുന്നുണ്ട്. ഇതെല്ലാം സമ്മതല്ലേ? ആണുതാനും. മനസ്സിലാക്കിയോ? പ്രകൃത അഭിമാനസ്യ ശാസ്ത്രമാത്ര ആധേയത്വാദ്. ഇവിടെ ഇപ്പോൾ മനാദികളിലെ ആത്മത്വ അഭിമാനം ശാസ്ത്രത്താൽ മാത്രം വിധാനം നടത്തിയതല്ലേ? അതെ. കഥം അജ്ഞാന കാര്യത്വമിതിച്ച്. പിന്നെ ഈ ശാസ്ത്രവിധാനമായിരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾ അജ്ഞാന കാര്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അജ്ഞാന കാര്യമായിരുന്നെങ്കിൽ ശാസ്ത്ര വിധാനം നടത്തുവോ? പറയാണ്. നിന്റെ ചോദ്യമൊക്കെ ശരിയാണ് കുഞ്ഞെ, സത്യം. മാത്ര ആധേയോപി. ശാസ്ത്രത്താൽ മാത്രമാണ് ഇത് ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ പോലും അസൗ അഭിമാനോ അജ്ഞാനകാര്യത്വന അതിക്രമതി. ഈ അഭിമാനം ഉണ്ടല്ലോ. ഏതഭിമാനം എന്ന് പറഞ്ഞ? ഏതഭിമാനം? ഏതിന്റെ അഭിമാനത്തെയാണ് ഇവിടെ എടുത്തത്? അതായത് മനാദികളിലുള്ള ആത്മത്വഭിമാനം. എന്ന് പറഞ്ഞാൽ ഈ ഉപാസനയാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിലാണ് ഉപാസന വരുന്നത്. അത് അജ്ഞാന കാര്യത്തിന് അതിക്രമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉപാസന നടത്തണമെങ്കിൽ അത് അജ്ഞാനത്തിന്റെ കാര്യം തന്നെയാണ്. അജ്ഞാനി മാത്രമേ ചെയ്യത്തുള്ളൂ. അവൻ മാത്രമേ ചെയ്യത്തുള്ളൂ. കിട്ടിയോ? അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? കർമ്മം ചെയ്യുന്നത് കാമിയും അജ്ഞനുമായിരിക്കും. യഥാച. ഇതിന്റെ ദൃഷ്ടാന്തം വേറെ എടുത്ത് കാണിക്കുകയാണ്. ബാഹ്യ കാമിന്യലാഭേ സുപ്തോ മനോവിജൃംഭിത കാമിനി ഉപഭുഞ്ചാനോ അജ്ഞ പ്രസിദ്ധ തദ്വദയമപീത്യർത്ഥ. യഥാ എപ്രകാരം എന്നാണെങ്കിൽ,
ബാഹ്യകാമിന്യ അലാഭി, അതായത് തനിക്ക് പത്നിയോ ഇല്ല, പത്നിയെ ആഗ്രഹിച്ചുകൊണ്ട് കുറെ കാലം ജീവിക്കുകയാണ്. അതിപ്പോ എന്ത് പറ്റും? ഈ കുറെ കാലം പെണ്ണ് തരുന്ന ആൾക്കാരുണ്ടല്ലോ, അതാണ് ഒരു 10-45 പെണ്ണ് കിട്ടുകയും ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ ആ കെട്ടുന്നതിന് മുന്നേ വിളിച്ചു പറഞ്ഞവൻ പറയും, അയ്യോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ശുഭകരമായിരിക്കുന്ന എന്തിലായിരിക്കുന്നുള്ളത്. എന്ത് പറ്റി? അത് സംഭവം തന്നെ, ആരും പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളത് അന്നേരം മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതിന്റെ ഇടയിലുള്ള കാര്യമാണ് പറയുന്നത്. ബാഹ്യമായിരിക്കുന്ന കാമിനി എന്നുള്ള സ്ഥൂല കാമിനി, കാമിനി ഉദ്ദേശ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും, പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ എന്നർത്ഥം. പക്ഷെ ഞങ്ങൾ വേദത്തിൽ എപ്പോഴും പുരുഷ പ്രധാനമായി കൊണ്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്ത് ചെയ്യാൻ? അപ്പോൾ ബാഹ്യകാമിനിയെ കിട്ടുന്നില്ല എങ്കിൽ സുപ്തോ, 15 നമ്പർ ടിപ്പണി നോക്കിയേ, സുപ്തഹിതി താം ധ്യായൻ ഇത്യാദി. ഇവിടെ ചേർത്ത് മനസ്സിലാക്കിക്കൊള്ളണം, കേവലം സ്വപ്നത്തിലേക്ക് പോയത് കൊണ്ട് മാത്രമല്ല, ഒരു ഭാര്യയെ ആഗ്രഹിച്ചും കൊണ്ട് ജീവിച്ചത് കൊണ്ട് അവന്റെ സ്വപ്നകാലത്തും എന്തുണ്ടാവും? വാസന ഉണ്ടാവും. ആ വാസനയിൽ നിന്ന് അവൻ എന്ത് സംഭവിക്കും? മനോവിജൃംഭിതം കാമിനി, മനസ്സ് ഒരു കാമിനി സ്ത്രീയെ സൃഷ്ടിച്ചു കൊടുക്കും. എന്നിട്ടോ കാമിനി ഉപഭുഞ്ചാനോ, ആ കാമിനിയായിട്ടുള്ള അവന്റെ സംഭവം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അജ്ഞൻ ലോകത്ത് പ്രസിദ്ധമാണ്. തതുവത് അയമതീത്യർത്ഥ, അതുപോലെ തന്നെയാണ് ഇതും. എന്ത്? ഭാഗാദികളിലെ ജായാതി ദൃഷ്ടി. മനസ്സിലായോ? അപ്പോൾ സ്വപ്നം വാസ്തവാണോ? അല്ല, സ്വപ്നം പ്രാതിഭാസികമാണ്, അയഥാർത്ഥമാണ്, മിഥ്യയാണ്, ഭ്രമമാണ്. അതിന് സമാന സ്ഥാനമാണ് വെച്ചു കൊടുത്തത്. ഇതിന്? ഈ ഉപാസനയ്ക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ഉപാസനയ്ക്ക് ഫലം ഇല്ല എന്നല്ല, ഉപാസനയ്ക്ക് ഫലം കിട്ടും. അവിടെ ഏത് ഫലമാണോ പറഞ്ഞത് അത് കിട്ടും എന്ന് കരുതിയിട്ട് യഥാർത്ഥ സ്ഥലമല്ലത്, ജ്ഞാനസ്ഥലമല്ലത്. തേഷാം കർമ്മണാം ഫലം. ഇത്രയും ഭാഗം കഴിഞ്ഞിട്ടോ ജായാമേസ്യാദ് ഇത്യാദികളിലൂടെ. ഇനി അതിലെങ്ങനെ വിശദീകരിക്കണം? എന്താണ് ഈശാവാസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വിഭാഗത്തെ ബൃഹദാരണ്യകത്തിലും പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം. അവിടെയാണ് ഒന്ന് കാണിച്ചിരിക്കുന്നത്, ജായാമേസ്യാദ് ഇത്യാദി വാക്യങ്ങളിലൂടെ അജ്ഞനായിരിക്കുന്ന കാമിക്കാണ് കർമ്മം വിധാനം നടത്തിയതെന്ന് മനസ്സിലാക്കാം. കാരണം എന്താ? കർമ്മം വിധാനം നടത്തിയിട്ട് കർമ്മം ചെയ്യാൻ യോഗ്യത ഇല്ലാതെ പോകുമ്പോൾ അതേ കർമ്മത്തിലെ അധികാരിക്ക് വേണ്ടിയിട്ട് ഉപാസന വിധാനം നടത്തിയപ്പോൾ ആ ഉപാസനാ സ്ഥലം തീർത്തും അതഥാഭൂത വസ്തുവിലെ തഥാഭൂത ദർശനമായതുകൊണ്ട് അത് അജ്ഞൻ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളതിനാൽ ഉപാസനയുടെ അധികാരി അജ്ഞനായതുപോലെ കർമ്മത്തിലെ അധികാരി അജ്ഞനാണെന്ന് മനസ്സിലാക്കാം. ഇതൊന്നും മന്ത്രത്തിലല്ല, മന്ത്രം ഭാഷയൊക്കെ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വേണം ഇതൊക്കെ പിടിച്ചു കെട്ടി മനസ്സിലാക്കാൻ. ശരി, പറഞ്ഞത് എന്താണ്? സോ അകാമേത ജായാമേസ്യാദ്, അത് ശരിയാണ്, കർമ്മമാണ്. അവിടെ നിന്ന് ഒരൊറ്റ ടേൺ അടിച്ചിട്ട് ഉപാസന ഭാഗം കൊണ്ടുവച്ചു. എന്നിട്ടാണ് പറയുന്നത് അജ്ഞനായിരിക്കുന്ന കാമിക്കാണ് കർമ്മം. എന്നിട്ട് മുന്നോട്ട് നോക്ക് ഭാഷ്യത്തില്, അജ്ഞത്വം കാമിത്വം ച കർമ്മനിഷ്ഠസ്യ നിശ്ചിതം അവഗമ്യതേ. കർമ്മനിഷ്ഠൻ. അപ്പോൾ ഈ ഉപാസനയെ കർമ്മം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഉപാസനയും മാനസിക ക്രിയയാണ്. 2 വിധത്തിലാണ്. മാനസിക ക്രിയ, രണ്ടാമത്തത് ശാരീരിക ക്രിയ. അപ്പൊ 2 സ്ഥലത്തും അജ്ഞത്വവും കാമിത്വവും ആർക്കുണ്ട്? കർമ്മനിഷ്ഠനുണ്ട് എന്ന് നിശ്ചിതമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവഗമ്യത അറിയുന്നു. കർമ്മനിഷ്ഠസ്യ, കർമ്മത്തിൽ നിഷ്ഠയുള്ളവന് എന്തുണ്ടെന്നാണ് അറിയപ്പെടുന്നത്? അജ്ഞത്വവും കാമിത്വവും ഉണ്ട് എന്ന്. ഇനി നേരെ വിപരീതം ആരായിരിക്കും? ജ്ഞാനനിഷ്ഠൻ. അപ്പൊ ജ്ഞാനനിഷ്ഠനിൽ എന്തുണ്ടാവില്ല? അജ്ഞത്വവും കാമിത്വം ഉണ്ടാകത്തില്ല. ഇത് പറയുന്ന നേരം ശുദ്ധ ജ്ഞാനിയെ തന്നെയാണ് കൊണ്ടുവച്ച് വെക്കാൻ പോകുന്നത്. പക്ഷെ ഈശാവാസ്യം എന്നുള്ള സ്ഥലത്ത് ശരിക്ക് ആ ഭാഗം വരുന്നത് സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ശാസ്ത്രത്തിന് എന്റെ കാര്യങ്ങൾ അവഗമനം നടത്താൻ പറ്റുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ടാണ് സംസാരിക്കുക. ഈശാവാസ്യമിതം സർവ്വം ജഗത്തിന് തേന തെക്ക വിജിതം ആകൃത കസ്യസിദ്ധനം കസ്യശുദ്ധനം. അവിടെ എന്ത് പറ്റും? ഈശാവാസ്യമിതം സർവം തേന ജഗത് ജഗത്യാൻ ജഗത്. ഈ ജഗത്തിലെ എല്ലാ വസ്തുക്കളും ഈശ്വരൻ മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ താദൃശ ബുദ്ധി നിലനിർത്തണം എന്നുള്ള വിധിയുണ്ട് അവിടെ. മനസ്സിലായിക്കൊള്ളാം. ആ വിധി വരുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനിക്കല്ല, അജ്ഞാനിക്ക. പക്ഷെ അജ്ഞാനി എന്നിവരെ ഗണിക്കാത്തത് എന്തുകൊണ്ടാ? അവൻ കാമിയായിരിക്കുന്ന അജ്ഞാനിയല്ല കർമ്മം ചെയ്യാനായിട്ട്. പിന്നെയോ ബോധമുള്ളവനായതിനാൽ അവനെ മാറ്റി വെച്ചിട്ടാണ് ശാസ്ത്രം പോകുന്നത്. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അച്ഛാ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വട്ടം ഈ ഉപനിഷത്ത് പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഏതോ ഒരു ചുറ്റുപാടൊക്കെ മനസ്സിലാവുന്നല്ലാതെ. ഇനി നിങ്ങൾ ടീക്ക നോക്ക്.
അതായത് ശാസ്ത്ര ചർച്ച വരുന്ന സ്ഥലത്ത് നല്ല ടഫായിരിക്കും കാര്യം. നമ്മൾ വിചാരിക്കും ഇത്രയും ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അന്നേരമാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഭാഷകാരൻ ആരാ മോൻ എന്നുള്ളത്. ടീക്ക്. അത് മാത്രമല്ല, ഭാഷകാരൻ എത്രയോ സംക്ഷേപിച്ച് പറഞ്ഞത് ടീക്കാകാരന്മാർ വെളിപ്പെടുത്തുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, ഓ ഇത്രയും സ്റ്റഫുള്ള സാധനമാണ് ഇങ്ങനെ പറഞ്ഞു പോയി കളഞ്ഞത്. കാരണം അവർ സംസാരിക്കുന്നതേ അവരുടെ നിലവാരമുള്ള അതിമാനുഷന്മാരോടാണ്, പണ്ഡിതന്മാരുടെ അടുത്ത് സംസാരിക്കുകയാണ്. നമ്മൾക്ക് ഒന്ന് ആ വസ്തുബോധമുണ്ട് ഇവിടെ. രണ്ടാമത്തത് പാണ്ഡിത്യത്തിന്റെ പരാകാഷ്ഠയിലിരിക്കുന്ന ആൾക്കാരാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടുമില്ലാത്ത നമ്മൾ, രണ്ടും കൂടി ചേർന്നിരിക്കുന്നവർ സംസാരിക്കുന്ന നേരം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കുക, അതൊന്ന് മനസ്സിലാക്കാൻ. കാരണം ഇത് ലോകത്ത് പ്രസിദ്ധമായിരിക്കുന്ന കാര്യമല്ല സംസാരിക്കുന്നത്. ടീക്ക്. ഒന്ന് ശാസ്ത്രം ലോകപ്രസിദ്ധമല്ല, രണ്ടാമത്തത് ശാസ്ത്രജന്യ ബോധവും ലോകപ്രസിദ്ധമല്ല. ഇത് രണ്ടും കൊണ്ട് എന്ത് പറ്റും? ശാസ്ത്രബോധം. പിന്നെ അതുമല്ല, നമ്മൾ ചെറുപ്പത്തിലൊന്നും കേട്ട കാര്യമല്ലല്ലോ ഇത്. നമ്മളെ ഗുരുക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ്? മൂട്ടിൽ തീ വെച്ച് കഴിഞ്ഞാൽ കുണ്ടലിൽ പാമ്പ് ഉണരുന്നുള്ളത് മാത്രമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വളരാൻ പറ്റാത്ത ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മൾക്കുള്ളത്. ഇതെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതുവരെ ജ്ഞാനകാന്ഡം തീരാൻ പോവുകയാണ്. ഇതിന് എവിടെയെങ്കിലും കുണ്ടലിനി പാട്ട് കേട്ടോ? കേൾക്കൂല. കുണ്ടലിനെ കുറിച്ച് ഇവിടെ തൊടൂല സാധനം. ശരിയാ. നിങ്ങളുടെ മൊത്തം ഉപനിഷത്തില് കുണ്ടലിനി എന്നുള്ളൊരു ശബ്ദം എടുത്ത് കാണിച്ചു തന്നാൽ നമ്മൾക്ക് ശാങ്കര വേദാന്തം താഴെ വയ്ക്കാം. ഇതിലും മാത്രമല്ല കേട്ടോ, 6 ദർശനത്തിലും ഇല്ലാത്തൊരു സാധനമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനായിരുന്നു പിന്നെ കുണ്ടലിനി പ്രസ്ഥാനമായിട്ട് ആൾക്കാർ ഇറങ്ങിയത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ JKയുടെ വീഡിയോയിൽ JKയുടെ ചോദ്യം ചോദിക്കുന്ന നേരം പറയുന്നുണ്ട്. അത് 17-ാം നൂറ്റാണ്ടില് തട്ടിമുട്ടി ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. കാരണം അത് കേരള സംഹിതാദി ഗ്രന്ഥങ്ങളിലാണ് നിങ്ങൾ ഇത് ആദ്യം കാണുക. പറയും എന്താണ് യോഗോപനിഷത്തിലൊക്കെ ഉണ്ട്. അതിന്റെ ക്രെഡിബിലിറ്റി അന്വേഷിക്കണം എന്താ സാധനം എന്നുള്ളത്. ഓക്കെ, നമ്മളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വാസ്തവ വസ്തു ആയിരുന്നെങ്കിൽ ഭാഷകാരൻ പറയണ്ടേ, പോട്ടെ യോഗ സൂത്രത്തിലെങ്കിലും പറയണ്ടേ. കാരണം കൂടുതൽ സമാധി പദ്ധതി ആവിഷ്കരിച്ചത് എവിടെയാ കിടക്കുന്നത്? നിങ്ങളുടെ യോഗസൂത്രത്തിലാണ്. സംപ്രജ്ഞാ സമാധി, അവിടെ തന്നെ 4 4 8 വിഭാഗം. ഓക്കെ, വിതർക്ക വിചാര ആനന്ദ അസ്മിത, അതിന് രണ്ടാക്ക്. സവിതർക്ക നിർവിതർക്ക, സർവിചാര നിർവിചാര, സാനന്ദ നിരാനന്ദ, സാസ്മിത നിരസ്മിത എന്ന 8 വരും. ഇത് കഴിഞ്ഞിട്ട് പരവൈരാഗ്യത്തിലേക്ക് മാറും. പരവൈരാഗ്യത്തിൽ നിന്ന് അസംപ്രജ്ഞാതത്തിലേക്ക് പോകും. അസംപ്രജ്ഞാത സമാധി തന്നെ 2 വിധത്തിലുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് പോലും ഒരിക്കലും കുണ്ടലിനിയെ കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാര് ഈ ഒരു 18, 19 നൂറ്റാണ്ടുകളിലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള ഗുരുക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. ശരി. തേഷാം ച കർമ്മണാം ഫലം സംസാര ആപ്തിരേവ ഇത്യപി തത്രൈവ ദർശിതമിത്യാഹ. തേഷാം കേഷാം കർമ്മണാം, ഇതിന്റെ ടിപ്പണി നോക്കി 20. നനു കർമ്മണാം അജ്ഞാതി അധികാരിത്വേപി മുക്തിഫലത്വേതോ ജ്ഞാനേന സമുച്ചയോ ദുർവാരഹ. പൂർവപക്ഷി പറയാണ്, കർമ്മണാം അജ്ഞ അധികാരിത്വേപി, കർമ്മത്തിന്റെ അധികാരി അജ്ഞനാണെങ്കിൽ പോലും മുക്തിഫലത്വേതു, ആ കർമ്മത്തിന്റെ ഫലം അവസാനിക്കുന്ന എവിടെയാ? മുക്തിയിലാണ്. അപ്പൊ ജ്ഞാനത്തിനും കർമ്മത്തിനും ഒരേ ഫലമായതുകൊണ്ട് എന്തുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയം പറ്റത്തില്ല? ഇതാണ് ചോദ്യം. പൂർവപക്ഷി ചോദ്യമാണ്. ജ്ഞാനേന സമുച്ചയോ ദുർവാരഹ, ദുഃഖേന വാരണം യസ്യ, എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റത്തില്ല, സമുച്ചയം നടത്താൻ പറ്റും. അതെന്തുകൊണ്ടാ? സമാന ഫലയോ സമുച്ചയ സംഭവാത്, സമാനമായിരിക്കുന്ന ഫലം നൽകുന്ന ജ്ഞാനവും കർമ്മവും കൂട്ടിച്ചേർക്കാൻ പറ്റും, സമുച്ചയം സംഭവിക്കും. അതിന് ഉത്തരം പറയാണ് തേഷാം ച. അതിന്റെ അർത്ഥം എന്താ? അജ്ഞകാമി കർത്തൃണാം. തേഷാം എന്നുള്ളത് അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർത്തൃകാണാം കർമ്മണാം എന്ന് കൂട്ടിച്ചേർത്തോളാം. അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർമ്മങ്ങളുടെ, കാമിയായിരിക്കുന്ന കർത്താവ് ചെയ്യുന്ന കർമ്മങ്ങളുടെ, അജ്ഞനായിരിക്കുന്ന കാമിയായിരിക്കുന്ന കർത്താവ് ചെയ്യുന്ന കർമ്മങ്ങളുടെ, ഇങ്ങനെ വരുന്നത് തേഷാം കർമ്മണം. ഒരു അജ്ഞാനി, അവൻ തന്നെ കാമി, അങ്ങനെ ആയിരിക്കുന്ന കർത്താവിനാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലം എന്താണെന്നോ മാറാൻ പോകുന്നത്. ജ്ഞാനത്തിന്റെ ഫലം എന്തായിരിക്കും? സംസാര നിവൃത്തിയാണ്. അജ്ഞനായിരിക്കുന്ന കാമി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്താ? സംസാരം തന്നെയാണ്. അപ്പൊ രണ്ടിനും 2 ഫലല്ലേ ആണ്. അതുകൊണ്ട് ഇനി ജ്ഞാനകർമ്മ സമുച്ചയം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് ടിപ്പണി വെച്ച് ഇത് അന്വയിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ്. നമ്മളിപ്പോ അവസാനം പറഞ്ഞ കാര്യം ടിപ്പണിയിലും ഇല്ല, പക്ഷേ ടിപ്പണിക്കാരൻ യോജിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഇനി പറയേണ്ടതെന്നുള്ളത്.
ഫലം സംസാരാപ്തി ആപ്തിയോറപ്രാപ്തി സംസാരപ്രാപ്തി തന്നെയാകുന്നു. ഇത്യവിത്തത്രൈവ ദർശിതം. ഈ ഒരു കാര്യവും അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. എവിടെ? ബൃഹദാരണ്യകത്തിൽ മുന്നോട്ടേക്കുള്ള ഭാഗത്ത് ഈ കാര്യം വരുന്നുണ്ട്. അതാണ് ഇനി ഭാഷ്യത്തിൽ സംസാരിക്കുന്നത്. തഥാച തത്ഫലം, അപ്രകാരം ഈ കർമ്മത്തിന്റെ ഫലവും. ടിപ്പണി 5 കാണ്. കർമ്മണാം അജ്ഞകാമി കർത്തൃത്വേച്ച. തഥാചയ്ക്ക് അർത്ഥം കേട്ടോ, കർമ്മങ്ങളെല്ലാം അജ്ഞനായിരിക്കുന്ന കാമിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ ജ്ഞാനിയുടേതല്ല ഈ കാര്യങ്ങൾ എന്നുള്ളതിനാൽ ഇനിയും ഇവൻ അജ്ഞാനിയായിട്ട് ജനിക്കാൻ പോകത്തുള്ളൂ. ഏത്? ഉപാസകനാണോ അല്ല കർമ്മിയാണോ? വേറൊരു സ്ഥലം കൂടി ഞാൻ കൊണ്ടുപോവാണ്. ഇവിടെ ഇല്ല, കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും കുണ്ടലിനിയായിട്ട് വരും. രണ്ടുപേരും ഗ്രഹിക്കപ്പെടും ഇവിടെ. ഉപാസകനായാലും വേണ്ടിയില്ല, കർമ്മിയായാലും വേണ്ടിയില്ല, ഫലം എന്തേ വരത്തുള്ളൂ? സംസാരപ്രാപ്തിയെ വരത്തുള്ളൂ. അതുകൊണ്ട് അതായത് ഈ ജന്മത്തിൽ ഉപാസന ചെയ്തവൻ അടുത്ത ജന്മത്തിൽ പോലും രക്ഷപ്പെടത്തില്ല. എന്നിട്ടല്ലേ ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ചെയ്ത ഒരു കർമ്മി അടുത്ത ജന്മത്തിൽ ഒരിക്കലും ഉപാസകനാകത്തില്ല, അവൻ കർമ്മിയായിട്ടേ വരത്തുള്ളൂ. മനസ്സിലായോ? ഉപാസകൻ തകിട ഉപാസകനായിട്ടേ വരത്തുള്ളൂ. ഉപാസനയുടെ മൂർച്ച കൂട്ടാമെന്നല്ലാതെ ഉപാസകൻ ഒരിക്കലും ജ്ഞാനിയായിട്ട് ജ്ഞാനത്തിന് അനുകൂലമായിട്ടോ ജനിക്കുന്നില്ല. അവന്റെ വാസന അവനെ സമാന കാര്യം ചെയ്യിക്കാനേ പ്രേരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഉപാസകൻ അല്ലെങ്കിൽ കർമ്മി അടുത്ത ജന്മത്തിൽ കർമ്മിയായിട്ട് ഉപാസകനായിട്ട് മാത്രമേ ജനിക്കത്തുള്ളൂ. അവന് വേദാന്ത വിചാരത്തിൽ ഒരു ശ്രദ്ധ വേണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന അർത്ഥം, അവന്റെ ചിത്തത്തിൽ അന്ധകരണത്തിൽ അത്രയും ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. എന്നിട്ടല്ലേ വേദാന്ത പഠനം. അതുകൊണ്ട് വേദാന്തം പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, പൂർവ്വത്തിൽ എന്തൊക്കെയോ നല്ല കർമ്മം ഉണ്ടായിരുന്നു. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന മഹാഭയ കൃതത്രാണ ദ്വിത്രാണാം യതി ജായതേ എന്ന് പറയും. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജീവന് വേദാന്തത്തിലെ രുചി പോലും സംഭവിക്കത്തുള്ളൂ. ഈശ്വരാനുഗ്രഹദേവ പുംസാം അദ്വൈത വാസന, അദ്വൈത വേദാന്തത്തിലെ വാസന ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ഈശ്വരൻ വെറുതെ കിടന്ന് അനുഗ്രഹിക്കുകയോ? ഈശ്വരന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബയാസ് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് മാനിക്കണം? ജീവന്റെ ചിത്തശുദ്ധി, അവന്റെ കർമ്മം, അവന്റെ ഉപാസനയാണ് അവന്റെ മുന്നോട്ടേക്ക് വേദാന്ത വിചാരത്തിന് അനുകൂലമാക്കി മാറ്റിയത്. അവിടെയാണ് സർവത്തിന്റെയും കാരണമായിരിക്കുന്ന ഈശ്വരൻ അവൻ അനുഗ്രഹിക്കാനിരിക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അനുഗ്രഹമൊന്നുമില്ല. പുംസാം അദ്വൈത വാസന മഹാഭയകൃതത്രാണ്. മഹാഭയ ആയത ലോകഭയം കൃതേ, അതിൽ നിന്ന് മഹാഭയകൃതത്രാണ, മഹാഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യും. ദ്വിത്രാണാം യതിജായതെന്ന 2-3 പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ലോകത്തിന് മൊത്തം ബ്രഹ്മാകാര വൃത്തി സംഭവിക്കുന്നൊന്നും പറയുന്നില്ല. അതേപോലെ അതിനനുകൂലമായിട്ട് ശാസ്ത്രാധ്യയനം നടത്താൻ പറ്റുമെന്നും പറയുന്നില്ല. കാരണം ഇത് മനസ്സിലാക്കാൻ നല്ല പാടാണ്. ഒന്ന്, രണ്ടാമത്തത് രുചി വേണമെങ്കിൽ പൂർവ്വജന്മത്തിൽ അതിനനുകൂലമായിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് പറ്റി? കർമ്മം മാത്രം കയ്യിലുള്ളതിന്, അതേപോലെ ഉപാസന മാത്രം കയ്യിലുള്ളതിന് സംസാരപ്രാപ്തി മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പോലും. ഭാഷ്യം കാണും. തഥാച തത്ഫലം, ഏതിന്റെ? കർമ്മ ഉപാസനകളുടെ ഫലം പറയാണ്. സപ്താന്ന സർഗം എന്ന് പറയുന്ന സൃഷ്ടി, 7 അന്നങ്ങളുടെ സൃഷ്ടി പറഞ്ഞിട്ടുണ്ട്. തേഷാം ആത്മഭാവേന ആത്മസ്വരൂപാവസ്ഥാനം, ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അന്നങ്ങളിൽ ഞാനെന്നും എന്റെ എന്നുമുള്ള അഭിമാനത്തോടു കൂടിയുള്ള അവസ്ഥിതി അടുത്ത ജന്മത്തിൽ വന്നു ചേരുന്നുണ്ട് ഈ യജമാനന്. ഇവിടുത്തെ ഉപാസകനായാലും വേണ്ടിയില്ല, കർമ്മിയായാലും വേണ്ടിയില്ല, അവൻ അടുത്ത ജന്മത്തിലും കിട്ടുന്ന എന്തായിരിക്കും? അവൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ പറയും, നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ കാണാം, തപസാ ജനയത് പിതാ എന്ന് പറയും. പിതാവാരാ? ഹിരണ്യഗർഭനൊന്നല്ല, ഓരോരോ ജീവനും പിതാവാണ് ഇവിടെ. ഏതിന്? ഈ സപ്ത അന്നങ്ങൾക്ക്. അതായത് ഈശ്വരനാണ് ജഗത്തിന്റെ സൃഷ്ടി നടത്തുന്നത് എങ്കിൽ പോലും ജീവന്റെ കർമ്മ ഉപാസന വാസനകൾക്കനുസരിച്ച് മാത്രമായിരിക്കും ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 വിധ സൃഷ്ടിയുണ്ട്. ഒന്ന് ഈശ്വര സൃഷ്ടിയുണ്ട്, ഒന്ന് ജീവ സൃഷ്ടിയുണ്ട്. പക്ഷെ ഇതിൽ 2 വ്യത്യാസമുണ്ട്. ജീവൻ സൃഷ്ടിക്കുന്ന ജഗത്താണ് ജീവനെ ബന്ധിക്കുന്നത്, ഈശ്വരൻ സൃഷ്ടിക്കുന്ന ജഗത്ത് ജീവനെ ബന്ധിക്കത്തില്ല എന്ന് കാണിക്കാനാണ് ശരിക്കും ജീവസൃഷ്ടി ഈശ്വര സൃഷ്ടി മാറ്റുന്നത്. ഞാനിവിടെ പറയുന്നത് അതിൽ വ്യത്യസ്തമായ കാര്യമാണ്. ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ പോലും
ജീവന് വേണ്ടിയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ജീവന്റെ പ്രാരബ്ധത്തെ ആശ്രയിച്ചും കൊണ്ടേ സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. അന്നപ്പോൾ അവന്റെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവൻ അടുത്ത ജന്മത്തിൽ അവന്റെ ഭോഗ ഉപകരണങ്ങൾ കിട്ടുന്നത്. നല്ല കർമ്മം ഉണ്ടെങ്കിൽ നല്ല ജന്മം, നല്ല ഭോഗം. മോശം കർമ്മമാണെങ്കിൽ മോശം ജന്മം, മോശം ഭോഗം. അപ്പോൾ പൂർവ്വജന്മത്തിൽ കർമ്മ ഉപാസനയാണ് ചെയ്തതെങ്കിൽ ഈ ജന്മത്തില് സംസാരത്തിന്റെ വ്യാപ്തി. പൂർവ്വജന്മത്തിൽ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ജന്മം കിട്ടത്തേയില്ല. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നാളെ ചെയ്യാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.